സതീശന്റെ പുതുയുഗ യാത്ര കോൺഗ്രസ്സുകാർ തന്നെ കൈയൊഴിഞ്ഞ സന്ദർഭത്തിൽ അതിനെ ഒന്ന് ഉയർത്തിക്കൊണ്ടുവരാൻ കേരളത്തിലെ മാപ്രകളുടെ അവസാനവട്ട ശ്രമം. പുതുയുഗ യാത്രയിൽ ഡിവൈഎഫ്ഐ SFI അക്രമത്തിന് സാധ്യതയാണ് പോലും. കേരളത്തിലെ ഇന്റലിജൻസ് മാപ്ര മുതലാളിമാർക്ക് റിപ്പോർട്ട് കൊടുത്തത്രേ. ഇപ്പോൾ ഇന്റലിജൻസിന്റെ പണി മാപ്ര മുതലാളിമാർക്ക് കൊണ്ടുവന്ന് റിപ്പോർട്ട് കൊടുക്കലാണ്. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നയിക്കുന്ന പുതുയുഗ യാത്രയിൽ CPM-ന്റെ പ്രതിഷേധത്തിന് സാധ്യതയെന്ന് ഇന്റലിജൻസ് റിപ്പോർട്ട്. ഇന്റലിജൻസ് മേധാവി കമ്മീഷണർമാർക്കും ജില്ലാ പോലീസ് മേധാവിമാർക്കും മുന്നറിയിപ്പ് നൽകി. സ്വീകരണ ചടങ്ങുകൾക്കിടയിൽ സംഘർഷസാധ്യത കണക്കിലെടുത്ത് സുരക്ഷ കൂട്ടാൻ നിർദ്ദേശമുണ്ട്. കടിവലി ഉന്തും തള്ളും പരസ്പരം മണ്ടയടിച്ച് പൊട്ടിക്കുന്ന യാത്രയിൽ ഇനി ഡിവൈഎഫ്ഐ SFI അക്രമത്തിന് സാധ്യതയെന്ന്. അതായത് അങ്ങനെയെങ്കിലും ആ യാത്രയ്ക്ക് കൂടുതൽ വാർത്താ പ്രാധാന്യം വരണം, കൂടുതൽ ശ്രദ്ധിക്കപ്പെടണമെന്നുള്ളത് കൊണ്ട് ഇനി ഒരു അടി നടക്കേണ്ടത് ആരുടെ ആവശ്യമാണ്? മാപ്രകളുടെ ആവശ്യമാണ്. മിക്കവാറും കൂലിക്കാളെ ഇറക്കി അടിച്ചതിന് ശേഷം അത് SFI DYFI പ്രവർത്തകരുടെ തലയിലിടാനായിരിക്കും പതിവ്. അതിനുവേണ്ടിയാണ് ഒരു മുൻകൂർ ഇൻ്റലിജൻസ് റിപ്പോർട്ട് നേരെ മാപ്ര ഓഫീസുകളിൽ എത്തിയിരിക്കുന്നത്. എന്തെല്ലാം തട്ടിപ്പ് പരിപാടിയാണെന്ന് നോക്കിയോ. ഇന്നോ നാളെയോ ഏതെങ്കിലും യൂത്തൻ ഇതിനകത്ത് അലമ്പുണ്ടാക്കുന്നു, അവനെ മാങ്ങാണ്ടിയെ ഒളിപ്പിച്ചതുപോലെ ഒളിപ്പിക്കുന്നു. ഇതാ DYFI SFI പ്രവർത്തകർ എൻ്റെ ജാഥയെ ആക്രമിച്ചേ എന്നുള്ള സഹതാപം സൃഷ്ടിക്കാനുള്ള സതീശൻ്റെ ആദ്യത്തെ പ്രമോയാണ് ഈ കണ്ടത്. ഇമാതിരി ഊളപ്പണിയൊന്നും വെച്ച് കെട്ടാറായില്ലേ സതീശ? ഇതൊക്കെ നടത്തിയതിന് ശേഷം എവിടെയെങ്കിലും ഒരിടത്ത് ആക്രമിച്ചിട്ട് അയ്യോ DYFI എന്നെ അടിച്ചേ, SFI അടിച്ചേ എന്ന് ഇവർ തന്നെ കഞ്ഞിക്കുഴി നമ്പർ ഇറക്കാൻ വേണ്ടി ചെയ്തിരിക്കുന്ന പ്രവർത്തനമാണ്. അതിന് പ്രത്യേക പൈസ അടച്ചു കഴിഞ്ഞ് പൈസ വാങ്ങിച്ച മാപ്രകളിലൂടെ ഇവർ തന്നെ കൊടുത്ത സ്ക്രിപ്റ്റ് പ്രകാരം കേരളത്തിലെ DGPക്കും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കും ആഭ്യന്തര വകുപ്പിലെ ഉന്നതർക്കും മാത്രം കിട്ടുന്ന ഇൻ്റലിജൻസ് റിപ്പോർട്ട് നേരെ മാതൃഭൂമി ഓഫീസ് മുതലാളിയുടെ കൈ കൊണ്ട് കൊടുത്തു എന്ന് പറഞ്ഞാൽ ശരി, ഞങ്ങളങ്ങ് വിശ്വസിച്ചു. ഇമാതിരി ഇൻ്റലിജൻസ് ഊളത്തരങ്ങളെ കൊണ്ടൊന്നും പുതുയുഗ യാത്രയെ രക്ഷപ്പെടുത്താൻ കഴിയില്ല. നാട്ടുകാരൊന്നടങ്കം കൈയൊഴിഞ്ഞതോടുകൂടി നേരത്തെ സതീശൻ നടത്തിയ മലയോര യാത്ര പോലെ ഇതിൻ്റെ സമാപനം പോലും എവിടെയാണെന്ന് അറിയാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ഒടുങ്ങുമെന്ന് കൃത്യമായി ബോധ്യപ്പെടുകയാണ്. കാര്യം എറണാകുളം എത്തിയപ്പോൾ തന്നെ ക്യാമറ ഓണായിരിക്കുന്ന സമയത്ത് കുറച്ചുപേരുടെ ഉന്തും തള്ളും എന്നതിനപ്പുറം കോൺഗ്രസിലുള്ള വലിയ വിഭാഗം, ചെന്നിത്തല വിഭാഗം, KC വേണുഗോപാൽ വിഭാഗം, മുരളീധര വിഭാഗം തുടങ്ങി പലരും ഈ യാത്രയുടെ ഭാഗത്തേ പോകുന്നില്ല. അപ്പോൾ അടിമുടി ഫ്ലോപ്പ് ആകുമെന്ന് ഉറപ്പായപ്പോൾ പുതിയ തന്ത്രം കൈ വെച്ചാൽ മതി സതീശൻ്റെ PR എന്നാണ് നാടിന് തിരിച്ചു പറയാനുള്ളത്.